ഹായ് ഓൾ ദിസ് കോക്ക്. ഹെമ കമ്മിറ്റി റിപ്പോർട്ട് വന്നിട്ട് കുറച്ച് ദിവസമായി. അതിൽ പരാമർശിച്ചിട്ടുള്ള കാര്യങ്ങൾ പേഴ്സണലി എനിക്ക് യാതൊരുവിധ ഒരു അൺപ്രസൻറ്റ് ആയിട്ടുള്ള കാര്യമല്ല. ഇത് ആദ്യമായിട്ട് കേട്ട് ഞെട്ടുന്ന സംഭവമായിട്ട് ഒരിക്കലും ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ തന്നെ എൻ്റെ പല വീഡിയോസിലും അതുപോലെ ഞാൻ കൊടുത്തിട്ടുള്ള പല ഇൻ്റർവ്യൂസിലും മലയാള സിനിമ എന്ന് പറയുന്നത് ഒരു ഫ്യൂഡൽ സിസ്റ്റമാണെന്നും അതിനകത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ റിപ്പോർട്ട് പ്രധാനമായിട്ടും മുന്നോട്ട് വെക്കുന്നത് സ്ത്രീകൾ മലയാള സിനിമ വ്യവസായത്തിനകത്ത് ഇൻഡസ്ട്രിക്കകത്ത് അനുഭവിക്കുന്ന പീഡനങ്ങൾ, അവർക്ക് ഉണ്ടായി വരുന്ന മാനസികവും ശാരീരികവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഓൾസോ പുരുഷന്മാർക്കും. അപ്പോൾ ഇതൊരു ഫ്യൂഡൽ സിസ്റ്റം എന്ന് പറയുന്ന സമയത്ത് ഫ്യൂഡൽ സിസ്റ്റം അറിയാലോ, ആ ഒരു ഹൈറാർക്കി തട്ടായിട്ട് ഓരോ ലെയേഴ്സാണ്. ഓരോ ലെയർ കയറും തോറും അവരുടെ അധികാരം, ഇതിൻ്റെ ഒരു ഹെഗിമണി ഉണ്ടല്ലോ, ഈ പവർ സ്ട്രക്ചറിനകത്ത് ഉള്ള കളികളാണ്. ഈ പവർ സ്ട്രക്ചർ എന്ന് പറയുന്ന സമയത്ത് അതിനകത്ത് പലതരം ബയസുണ്ട്. പ്രധാനമായിട്ടും ഈ പറയുന്ന ഹെറിഡിറ്ററി അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് നമ്മളിപ്പോഴും പറയുന്ന നെപ്പട്ടിസം എന്ന് പറയുന്ന അങ്ങനെ കിട്ടുന്ന ഒരു പവറുണ്ട്, അങ്ങനെ കിട്ടുന്ന ഒരു പ്രിവിലേജ് ഉണ്ട്. അതായത് വലിയ പ്രൊഡ്യൂസേഴ്സിൻ്റെ മക്കൾ, സംവിധായകരുടെ മക്കൾ, ഓഫ് കോഴ്സ് നടിമാരുടെ മക്കൾ, അല്ലെങ്കിൽ വലിയ പണച്ചാക്കുകളുടെ മക്കൾ, അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരുടെ ഉന്നതരായിട്ടുള്ള അങ്ങനെ ഉള്ള ആളുകളുടെ മക്കൾ, അവർക്ക് കിട്ടുന്ന ഒരു പ്രിവിലേജ് ഉണ്ട്, ജന്മന കിട്ടുന്ന പ്രിവിലേജ്. അത്തരം ആളുകൾ ഈ ഫ്യൂഡൽ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് പെട്ടെന്ന് മാറും. അവർക്ക് ഏറ്റവും ഉയർന്ന തട്ടിൽ തന്നെ ഇരിക്കാനും പറ്റും. പിന്നെ സ്വാഭാവികമായിട്ടും നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് ഒരു പാട്രിയാർക്കൽ ആയിട്ടുള്ള ഒരു രാജ്യമാണ്. അതായത് പുരുഷ മേധാവിത്വം, പുരുഷ കേന്ദ്രീകൃതം, അധികാരം കൈയാളുന്നത്, അത് സിനിമയിൽ മാത്രമല്ല ഏത് മേഖലയിലേക്ക് കഴിഞ്ഞാലും അധികാരം കൈയാളുന്നത്, പവർ കൈവശം വെക്കുന്നത് പുരുഷന്മാരാണ്. അത് കുടുംബം മുതൽ ഏത് സോഷ്യൽ സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സംവിധാനത്തിനകത്ത് സ്വാഭാവികമായിട്ടും എന്തായിരിക്കും നടക്കുക? ഒരു ഫ്യൂഡൽ സിസ്റ്റത്തിനകത്ത് എന്തായിരിക്കും നടക്കുക? പവറുള്ള ആളുകൾ പവറില്ലാത്ത ആളുകളെ ഒതുക്കും, അടിച്ചമർത്തും, അവരെ ചൂഷണം ചെയ്യും. ഇത് തന്നെയാണ് ഇൻഡസ്ട്രിക്കകത്ത്, മലയാള സിനിമ ഇൻഡസ്ട്രിക്കകത്ത് നടക്കുന്നത്. പിന്നെ സ്വന്തം വഴിവെട്ടി വന്നവനാടാ എന്ന് പറയുന്ന ആളുകളാണല്ലോ ഈ പറഞ്ഞ യാതൊരു പ്രിവിലേജും ഇല്ലാതെ സ്വന്തമായിട്ട് വഴിവെട്ടുന്ന ആളുകൾ. ഈ പറഞ്ഞ ഇപ്പോഴും പ്രിവിലേജ്ഡായിട്ട് ഇരിക്കുന്ന മക്കളുമാരെല്ലാം തന്നെ അവരുടെ തന്തമാർ അല്ലെങ്കിൽ തള്ളമാരെന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും അവരും സ്വന്തം വഴിവെട്ടി വന്നായിരിക്കും. പണ്ട് അവരും കുറേ കഷ്ടപ്പെട്ട് കാണും. അങ്ങനെ സ്വന്തം വഴിവെട്ടി വന്ന ആളുകളും ഈ ഒരു പവർ സ്ട്രക്ചറുണ്ട്. ഇതിനകത്ത് എന്തോ പവർ ഗ്രൂപ്പ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഗ്രൂപ്പിൻ്റെ ഭാഗമാകുക എന്നുള്ളതാണ് ഇതിൽ പിടിച്ചു നിൽക്കാനുള്ള കാര്യം. സിനിമയിൽ നിലനിൽക്കണമെങ്കിൽ രണ്ട് വഴിയാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്നുകിൽ കുനിഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ കിടന്നു കൊടുക്കുക. കാരണം ഇതിനകത്ത് സർവൈവ് ചെയ്യുക എന്ന് പറയുന്നത്, അതിനകത്ത് നിൽക്കേണ്ടത് ആരുടെ ആവശ്യമാണോ അവരുടെ ആവശ്യം മാത്രമാണ്. മനസ്സിലായില്ലേ? ഇപ്പോൾ എനിക്ക് ഇപ്പം മലയാള സിനിമയിൽ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ആവണം, എനിക്ക് നടനാവണം, സംവിധായകനാകണം. അപ്പോൾ എനിക്ക് ഓഫ് കോഴ്സ് കഴിവ് വേണം, അതിനുള്ള മിനിമം ക്വാളിറ്റീസ് മീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കണം ഞാൻ. അതിനപ്പുറത്തേക്ക് അവിടെ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ പവർ സ്ട്രക്ചറിൻ്റെ ഭാഗമായിട്ട്, ഈ പറയുന്ന പവർ ഗ്രൂപ്പിൻ്റെ അല്ലെങ്കിൽ വലിയൊരു സിസ്റ്റത്തിൻ്റെ, ഈ ഫ്യൂഡൽ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് താഴെ നിന്ന് ഞാൻ കയറി വരണം. അവിടെ പല കാര്യങ്ങളും പരിഗണിക്കപ്പെടും. പ്രധാനമായിട്ട് ജെൻഡർ എന്ന് പറയുന്ന സമയത്ത്, അതുകൊണ്ടാണല്ലോ സ്ത്രീകൾ എന്ന് പറയുന്നത് എപ്പോഴും പുരുഷന്മാർക്ക് യൂസ് ചെയ്യാനുള്ള സാധനമായിട്ട് കാണുന്ന വലിയൊരു വിഭാഗം സിനിമയിലുള്ളത് കൊണ്ടാണല്ലോ ഈ പറയുന്ന ഫിസിക്കൽ അബ്യൂസ് ഉണ്ടായി എന്ന് പറയുന്നത്, വാതിലിന് മുട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ആരുടെ വാതിലിനാണ് മുട്ടുന്നത്? ഈ വാതിൽ മുട്ടെന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു നടിയുടെ വീട്ടിൽ പോയിട്ട് മുട്ടണമല്ല. ഈ സിനിമാക്കാർ എവിടെയാണ് താമസിക്കുന്നത്? സിനിമാക്കാർ താമസിക്കുന്നതിനകത്ത് തന്നെ ഫ്യൂഡൽ സിസ്റ്റം ഉണ്ട്. ടോപ്പ് സ്റ്റാർസ് താമസിക്കുക അത്തരം ടോപ്പ് സ്റ്റാർ ഹോട്ടൽസിലാണ്. അതുപോലെ തന്നെ ഡയറക്ടേഴ്സ്, പ്രൊഡ്യൂസേഴ്സ്, പിന്നെ മേ ബി റൈറ്റേഴ്സ്, ആ ക്രീമി ലെയറിൻ്റെ മുകളിൽ നിൽക്കുന്ന ആളുകൾ. തൊട്ട് താഴെ വരുന്ന ആളുകൾ അതിൻ്റെ താഴെയുള്ള ഹോട്ടൽസിൽ ഏറ്റവും താഴെക്കിടെ ലൈറ്റ് ബോയ്സ്, ടെക്നീഷ്യൻസ്, അതായത് ഈ ലോവർ
സ്ട്രാറ്റയിൽ വരുന്ന ആളുകൾ മൊത്തം വല്ല കൂതറ ഹോട്ടലിൽ താമസിക്കും. അവർക്ക് ഡെയിലിയുള്ള മദ്യം പരിപാടി കാര്യങ്ങൾ കൊടുക്കുന്നു, അവരെ ഹാപ്പിയാക്കുന്നു. അപ്പോൾ ഇങ്ങനെ താമസത്തിന് പോലും ഉണ്ട്. അപ്പോൾ ഒരു കൂട്ടം ആളുകൾ ഒരു ഹോട്ടലിൽ ഒരുമിച്ച് താമസിക്കും. ഹോട്ടലിൽ അറിയാലോ, അപ്പുറം ഇപ്പുറമൊക്കെ റൂംസാണ്. തണുപ്പ് കയറി കഴിഞ്ഞാൽ മിക്കപ്പോഴും ഒന്നിൽ വെള്ളം അടിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ വല്ല കെമിക്കൽസോ എന്തെങ്കിലും പോക്കയോ എന്തെങ്കിലും അടിച്ച് ഇട്ടൊക്കെ ഉണ്ടാവുക. അപ്പോൾ കയറി മുട്ടാൻ തോന്നും. ഇങ്ങനൊരു മുട്ടൽ പ്രതീക്ഷിക്കാതെ ആ ഹോട്ടലിൽ അഭിനയിക്കാൻ പോയി കയറി താമസിക്കുന്ന എത്ര നടിമാരുണ്ട് എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്? ഇതൊരു ഫ്യൂഡൽ സിസ്റ്റമാണെന്നും ഇതിനകത്ത് കിടന്നു കൊടുത്താലും കുനിഞ്ഞു കൊടുത്താലുമാണ് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റൂ എന്നറിയാത്ത മന്ദബുദ്ധികളായിട്ടുള്ള ആളുകളാണ് സിനിമയിൽ പോകുന്നത് തോന്നുന്നുണ്ടോ? ഒരിക്കലുമല്ല. അത്രയും വെളിവില്ലാത്ത ആളുകളല്ല. രണ്ടാമത്തെ കാര്യം പറയുകയാണെന്ന് വെച്ചാൽ 2 രീതിയിൽ അപ്രോച്ച് ചെയ്യാം. ഒന്ന് ബ്ലേറ്റൻ്റായിട്ട് ഓപ്പണായിട്ട് ഫ്രാങ്കായിട്ട് പറയാം, എനിക്ക് നിങ്ങളുടെ ശരീരം ആവശ്യമുണ്ട്. ഞാൻ പറയാം, പ്രൊഡ്യൂസറായാലും നടനായാലും ഡയറക്ടറായാലും ടെക്നീഷ്യൻസ് ആരായി കഴിഞ്ഞാലും ഓക്കെ, നിങ്ങളതിന് വില്ലിങ് ആണെങ്കിൽ നിങ്ങളെ ഞങ്ങൾ സിനിമയിലേക്ക് എടുക്കാം എന്ന് പറയാം. അങ്ങനെ ഒരു പിന്നെ എഗ്രിമെൻറ്റ് ഓൾറെഡി ഉണ്ടാക്കാം. റിട്ടേൺ എഗ്രിമെൻ്റ് ഇല്ല, പറഞ്ഞിട്ട് ഓക്കെ അഡ്ജസ്റ്റ് ചെയ്യുമെങ്കിൽ നിങ്ങൾക്ക് ചാൻസ് തരാം. അത് ആക്സെപ്റ്റ് ചെയ്ത് പോയിട്ടുള്ള ആളുകളുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്, ഇപ്പോഴും പോകുന്നുണ്ട്. അത് അംഗീകരിക്കുന്ന പാരൻസ് ഉണ്ട്, അമ്മമാരുണ്ട്, എനിക്ക് കടന്നു കൊടുക്കുന്ന അമ്മമാരുണ്ട്. ഇതൊക്കെ റിപ്പോർട്ടിൽ ഉൾപ്പെടെ പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ പോകുന്ന ആളുകളെക്കുറിച്ച് നമ്മളെന്ത് പറയാനാണ്? അവർക്ക് പണം വേണം, പ്രശസ്തി വേണം, ഇതൊക്കെ ആസ്വദിക്കണം, ജീവിതം ആസ്വദിക്കണം. അങ്ങനെയുള്ള ആളുകൾക്ക് അങ്ങനെ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അതിപ്പോൾ നമുക്ക് തടയേണ്ട ആവശ്യമില്ല, ഒരു കമ്മീഷൻ തടയേണ്ട ആവശ്യമില്ല, ആർക്കും ഇടപെടേണ്ട ആവശ്യമില്ല. ഇതേ ആളുകൾ ഇങ്ങനെ കിടന്ന് കൊടുത്തിട്ട് പിന്നീട് എന്നെ പീഡിപ്പിച്ചേ, എന്നെ യൂസ് ചെയ്ത്, എന്നെ മറ്റേതാക്കിയെന്ന് പറഞ്ഞ് വൈനിങ് പരിപാടി, അത് ബുൾഷിറ്റാണ്. അത് കോടതി തന്നെ ഇപ്പോഴും ഇങ്ങനത്തെ മീറ്റു പോലുള്ള സാധനങ്ങൾ ഉഭയകക്ഷി സമ്മതത്തോടു കൂടി മ്യൂച്വൽ കൺസെൻറ്റോടു കൂടി പിന്നെ സെക്ഷൽ റിലേഷൻഷിപ്പ് ഉണ്ടായിട്ട് പിന്നീട് സ്ത്രീ വന്നിട്ട് പുരുഷൻ പീഡിപ്പിച്ചെന്ന് പറയുന്നത് ദാറ്റ്സ് ബുൾഷിറ്റ്. അത് കോടതി തന്നെ ഈ അടുത്ത് പല ആളുകളുടെ പേര് ഞാൻ പറയുന്നില്ല, പല ആളുടെ കേസിലും കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ കാര്യമില്ല. പിന്നെ ഈ പ്രയറായിട്ട് കൺസെൻറ്റ് വാങ്ങാതെ, അല്ലെങ്കിൽ പ്രയറായിട്ടും അല്ലെങ്കിൽ അറ്റ് ദാറ്റ് മൊമെൻറ്റിൽ കൺസെൻറ്റ് വാങ്ങാതെ റേപ്പ് പോലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ബലമായിട്ട് അവരെ കീഴ്പ്പെടുത്തി, അല്ലെങ്കിൽ പറഞ്ഞ് പറ്റിച്ച് മാനിപ്പുലേറ്റ് ചെയ്യാലോ. ഇപ്പോൾ പഴയ സിനിമയിലൊക്കെ നിങ്ങൾക്ക് കാണാം, പഴയ ഗീതയൊക്കെ അഭിനയിച്ച സിനിമയുണ്ട്. ജോലിക്കാന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് മദ്രാസിലേക്ക് കൊണ്ടുപോകുക, പഴയ മദ്രാസ് ചെന്നൈ വേറെ പട്ടണത്തിൽ കൊണ്ടുപോകുക. എന്നിട്ട് അവിടെ നിന്ന് മുതലാളിമാരും മുതലാളിയുടെ സുഹൃത്തുക്കളൊക്കെ മാറി മാറി പീഡിപ്പിക്കുക. അതെന്താണ്? ചതിയാണ്. മാനിപ്പുലേറ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. ജോലി തരാം എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ നല്ല രീതിയിൽ സമീപിച്ച് അവരെ തെറ്റിദ്ധരിപ്പിച്ച് എന്ത് ചെയ്യുന്നു? അവരെ കൊണ്ടുപോയിട്ട് ചതിച്ച് പീഡിപ്പിക്കുന്നു. ദാറ്റ് ഈസ് റാങ്. ബാല പറഞ്ഞ പോലെ അത് അവിടെ പ്രശ്നമുണ്ട്. അത് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞിട്ട് അത് പുറത്ത് പറയാൻ പേടിച്ചിട്ട് ഒന്നുകിൽ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് പിന്നെ എന്തായാലും പഴയ സിനിമയിൽ ഇഷ്ടംപോലെ കാണാം, എന്തായാലും നശിച്ചു. അപ്പോൾ ഫ്ലാഷ് ബാക്ക് ഒക്കെ പറയും, നിങ്ങളെങ്ങനെ ഇങ്ങനെയായി, അപ്പോൾ പണ്ട് ഒരാൾ കൊണ്ടുപോയി പീഡിപ്പിച്ചു, അതിനുശേഷം പിന്നെ എന്തായാലും വെർജിനിറ്റി പോയല്ലോ, അപ്പോൾ പിന്നെ അല്ലെങ്കിൽ മാനം പോയല്ലോ. അപ്പോൾ അതുകൊണ്ട് വെർജിനിറ്റി എന്ന് പറയുന്ന ഒരു ഫാൾസ് കോൺസെപ്റ്റാണ്, ഞാൻ പറഞ്ഞത് മാത്രം ഫോർ ദ സേക്ക് ഓഫ് സെയിങ് ദാറ്റ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആയിപ്പോയി എന്ന് പറയാം. അതുപോലെ എന്തായാലും ഇങ്ങനെയൊക്കെ ഇനിയിപ്പോൾ സിനിമയിൽ നിന്നേക്കാം എന്ന് വെച്ച് നിൽക്കുന്ന ആളുകളുണ്ടാവും, ഇത് പറഞ്ഞ് മിണ്ടാതെ ഇരിക്കുന്ന പേടിച്ച് പിന്മാറിയ ആളുകളുണ്ടാവും, ഇതിന് പുറത്ത് പറഞ്ഞ ആളുകളുണ്ടാവും. മലയാളത്തിലെ ഒരു പ്രമുഖ നടി അതിജീവിതം, അവരൊരു മൈൽ സ്റ്റോണാണ്, ടേണിംഗ് പോയിൻ്റാണ്. കാരണം മലയാളത്തിലെ ഏറ്റവും വലിയ അധികാരം കൈയാളുന്ന ഒരു നടൻ, ഇപ്പോഴും പ്രതിയായിട്ടുള്ള നടൻ സ്വപ്നത്ത് പോലും പ്രതീക്ഷിച്ച് കാണൂല ഈ നടി ഇത്രയും ബോൾഡായിട്ട് പുറത്ത് പറയും, അല്ലെങ്കിൽ ആക്സിഡൻ്റലി ആയിക്കഴിഞ്ഞാൽ ഇത് പറയേണ്ടി വരും എന്നുള്ളത്. അത് പുറത്ത് വന്നതോടുകൂടി ഇത്രയും പവർഫുള്ളായിട്ടുള്ള ഒരാൾ ഇങ്ങനെ കേസിൽ പെട്ടതോടുകൂടി അതിനുശേഷം ഇൻഡസ്ട്രി ആകെ പിന്നെ കിടുങ്ങിയിട്ടുണ്ട്. ലൈക്ക് ഇത്രയും പവർഫുൾ ഒരാളെ നിയമത്തിന് മുമ്പ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ കാര്യം പോക്കാം. അത് ആരായാലും എന്തായി കഴിഞ്ഞാലും ഇവിടുത്തെ നിയമം എന്ന് പറയുന്നത് സിസ്റ്റം എന്ന് പറയുന്നത് കൃത്യമായിട്ട് റൺ ചെയ്യുന്നൊരു സംഭവമാണ്. അതിലും പല കാര്യങ്ങളുണ്ട്, അത് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടതല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പോൾ അതിനുശേഷം ഇൻഡസ്ട്രി കിടുങ്ങിയിട്ടുണ്ട്. പല കൊട്ടേഷൻ പരിപാടികളും ചെയ്യാൻ മടിയാണ്. ഇല്ലെങ്കിൽ എന്നെയൊക്കെ എപ്പോഴേ തട്ടിക്കളയേണ്ടത്. എനിക്ക് നന്നായിട്ട് അറിയാം. എന്നെ ഇൻഡസ്ട്രിക്കകത്തുള്ള പല ആളുകൾ എന്നെ വിളിച്ച് പറയാറുണ്ട്,
കോക്ക് ബ്രോ സൂക്ഷിക്കണം, നിങ്ങളെ പണി അതുപോലത്തെ പവർഫുള്ളായിട്ടുള്ള ആളാണ്. അത് മണി ആൻഡ് പവർ. മണി ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പവറും ഉണ്ടാവും. അത്രയും ഇൻഫ്ലുവൻഷ്യലാണ് ഇവർ. ഞാൻ നേരത്തെ പറഞ്ഞ പ്രമുഖ നടൻ ജയിലിൽ കിടന്ന സമയത്ത്, അതാണ് ഞാൻ പറയുന്നത് ഇൻഫ്ലുവൻഷ്യലാണെന്ന്. ഈ പറയുന്ന ടോപ്പ് മോസ്റ്റ് ഓഫീസേഴ്സ് ഉൾപ്പെടെ ഇൻഫ്ലുവൻഷ്യലാണ്. ഈ നടന്മാർ ഇത് ഗ്ലാമറാണല്ലോ, ഇവരുടെ സിനിമ കണ്ട് ആരാധന മൂത്ത്. അപ്പോൾ ഈ പറഞ്ഞ പ്രമുഖൻ ജയിലിൽ കിടന്ന സമയത്ത് സങ്കടം തോന്നിയിട്ട് കിടക്കാൻ പ്രത്യേക സൗകര്യം ഒരുക്കി, പ്രത്യേക ഭക്ഷണം എത്തിച്ചു കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പറഞ്ഞ ഓഫീസർ തന്നെ അത് പിന്നീട് ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയും ഇൻഫ്ലുവൻഷ്യലാണ്. ഇങ്ങനെ പണം, അധികാരം ഒക്കെ ഉള്ള സമയത്ത്, ഇത്രയും ആളുകളായിട്ട് കോണ്ടാക്ട്സ് ഉള്ള സമയത്ത് ഈസിലി, അപ്പോൾ അതാ പറഞ്ഞത്. ഇപ്പോൾ എന്നെ ഇപ്പോൾ കുറച്ച് ആളുകൾക്ക് കേരളത്തിൽ അറിയുന്നതുകൊണ്ട്, അറ്റ്ലീസ്റ്റ് എൻ്റെ വീഡിയോസ് കാണുന്ന ആളുകൾക്ക് അറിയുന്നതുകൊണ്ട്, പെട്ടെന്ന് എന്നെ തട്ടി കളഞ്ഞാൽ, അല്ലെങ്കിൽ എന്നെ അത്രയും ബ്രൂട്ടലായിട്ട് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ന്യൂസായി മാറും, ന്യൂസ് വാല്യൂ ഉള്ള കാര്യമായി മാറും, അന്വേഷണം വരും എന്ന് അറിയുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നിൽപ്പിക്കൂല. കാരണം അത്രയും പവർഫുള്ളായിട്ടുള്ള, അത്രയും പണമുള്ള, അത് ചുമ്മാ പണം കയ്യിലുള്ളത് കൊണ്ട് കഴപ്പ് മൂത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡ്യൂസർമാരുള്ള സ്ഥലം അത്. മനസ്സിലായില്ലേ? ഈ പറഞ്ഞ ഉദ്ദേശം പല ആൾക്കും പല ഫാൻറ്റസിയാണ്. ഇപ്പോൾ കാശുള്ള ആളുകൾക്ക് ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ പോയിട്ട് ഒരു സ്ത്രീയുടെ ശരീരം കിട്ടാൻ ഒരു പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. നമ്മുടെ നാട്ടിലല്ലേ വിദേശത്ത് പോയാൽ കിട്ടും. അപ്പോൾ ഇവർക്ക് അതല്ല. അവർക്ക് പല ആളുകൾക്ക് ഫാൻറ്റസിയാണ്, സിനിമാ നടിമാരോട് ഫാൻറ്റസി പല പണക്കാർക്കുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി കാശറിയാം. അപ്പോൾ അതാണ് എന്തോ ലിസ്റ്റ് പുറത്ത് വന്ന് കുറച്ച് നെയിംസൊക്കെ, കുറച്ച് പെറ്റ് നെയിംസൊക്കെ, ഇങ്ങനെ ഒരു ലിസ്റ്റ്. ഇത് എല്ലാവർക്കും വേണ്ടത് അൾട്ടിമേറ്റ്ലി ഈ വീഡിയോ കാണുന്ന ഉൾപ്പെടുന്ന ആളുകൾ ഡെയിലി, എല്ലാവരും എന്ന് പറയുന്നില്ല, ഓൾമോസ്റ്റ് എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്യുന്നതും സർവൈവ് ചെയ്യുന്നതൊക്കെ എന്തിനാണ്? സുഖകരമായ ജീവിതം, വളരെ ലക്ഷറിയസ് അല്ലെങ്കിലും സർവൈവ് ചെയ്യാൻ, വളരെ കഷ്ടപ്പെടാൻ സർവൈവ് ചെയ്യാൻ. അപ്പോൾ ഒരു ഷോർട്ട് കട്ട് പോലെ ഒരു സിനിമ എന്ന് പറയുന്നൊരു മേഖല, അവിടെ ഗ്ലാമർ, പണം, ആരാധകർ, ഇതൊക്കെ ഉണ്ടാകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് തയ്യാറാകുന്ന വലിയ വിഭാഗമുണ്ട്. പിന്നെ അതിനപ്പുറത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഫോഴ്സ്ഫുള്ളിയുള്ള പീഡനം അങ്ങനെ ഉണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ടും ആർജവത്തോടു കൂടി നേരത്തെ പറഞ്ഞ അതിജീവിത മുന്നോട്ട് വന്ന പോലെ മുന്നോട്ട് വരും. പല ആളുകൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇത് മറ്റേന്ന് AMMA ഇതിലൊന്നും കൊടുത്തിട്ട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഇതിലൊന്നും കൊടുത്തിട്ട് കാര്യമില്ല. അവരൊക്കെ പ്രൈവറ്റായിട്ട് ഉള്ള സംഘടനകളാണ്. ഇത് കൃത്യമായിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുക, എന്നിട്ട് കോർട്ട് വഴി മൂവ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഈ പറയുന്ന അത്രയും പോലീസുകാരെ പോലും ഇൻഫ്ലുവൻസ് ചെയ്യാൻ മാത്രം പവർഫുള്ളാണ് ഈ ഒരു സിസ്റ്റത്തിലുള്ള ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയൊക്കെയാണ് ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പോൾ ഇത്തരം ഒരു ഇൻഡസ്ട്രിയിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ കുറേ സമയം ഇങ്ങനെ പറയേണ്ടി വരും, പ്രസംഗം പോലെ ആയിപ്പോൾ. അതുകൊണ്ട് ഈ കമ്മിറ്റി റിപ്പോർട്ട് വന്നാൽ എനിക്ക് യാതൊരു അത്ഭുതവും തോന്നുന്നില്ല. റിപ്പോർട്ട് പുറത്ത് വന്നതിലല്ല, ഇതിൽ പറഞ്ഞുള്ള കാര്യങ്ങൾ ഒരു ഫ്യൂഡൽ സിസ്റ്റത്തിനകത്ത് ഇങ്ങനെ സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും, ജാതീയത, പച്ചയ്ക്ക് ജാതീയമായ വേർതിരിവ്, അത് ഈ പറഞ്ഞൊക്കെ ഇതിൻ്റെ ഈ സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഒരു മൈക്രോകോസം മാത്രമാണ്. ഈ ലാർജ് സൊസൈറ്റിയുടെ എല്ലാ മേഖലയിലുണ്ട്, ഗവൺമെൻറ് സെക്ടറിലുണ്ട്, പ്രൈവറ്റ് സെക്ടറിലുണ്ട്, എവിടെ പോയാലുണ്ട്. അപ്പോൾ ജാതീയത അത് പുരുഷന്മാർക്ക് നേരിടുന്ന ഒരു കാര്യമാണ്. അത് പല മുൻകാല നടന്മാരും പറഞ്ഞിട്ടുണ്ട്. അവർ നേരിട്ടുള്ള ജാതീയമായ വേർതിരിവ്, നടന്മാർ മാത്രമല്ല, പിന്നെ ടെക്നീഷ്യൻസ് അയക്കുന്ന ആളുകളായി കഴിഞ്ഞാൽ. ഇനി ഇതൊന്നും ഇല്ല, നമ്മൾ വളരെ മനോഹരമായിട്ട് വളരെ എല്ലാവരും ഒരുപോലെയുള്ള സമത്വ സുന്ദരമായിട്ടുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നതെന്ന് കരുതി കഴിഞ്ഞാൽ അത് നിങ്ങളുടെ തോന്നൽ മാത്രം, വെറും തോന്നൽ മാത്രം. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ മാറും ഒരു കമ്മിറ്റി റിപ്പോർട്ട് കൊണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇത് വളരെ ഡീപ്പ് റൂട്ട് ഉണ്ടായിട്ടുള്ള ഈ സോഷ്യൽ അൺകോൺഷ്യസ് വഴി ആളുകൾക്ക് കാലാകാലമായി വന്നു പോയിട്ടുള്ളതാണ്. പിന്നെ ഇപ്പോഴത്തെ ജനറേഷനിലൊക്കെ കുറച്ച് മാറി വന്നാൽ കാര്യമെന്ന് മാത്രം. പിന്നെ എന്താണ്, ഇതിനൊക്കെ പ്രൂഫ് വേണം. നമ്മൾ ഒരു കാര്യം ഇന്നാൾ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഹോട്ടൽ റൂമിനകത്ത് പോയിട്ട് ഇങ്ങനെ വാതിൽ മുട്ടി കയറി പോയിട്ടുള്ള ആളുകൾ പിന്നെ പ്രൂഫ് അവർ വെക്കും തോന്നുന്നുണ്ടോ? അതിനുള്ളൊരു സാഹചര്യം അവരുണ്ടാക്കുമെന്ന് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ ആരെങ്കിലും ഇവർക്കെതിരെ കളിക്കാൻ നിൽക്കുമോ? നിന്ന് ഇതിൻ്റെ പുറകെ പോലെ വലിയ പാടാണ്, മാനസികമായിട്ട് വലിയ പാടാണ്. ഇപ്പോൾ ഒരു കേസിന് പോയുള്ള മാനസികമായിട്ടുള്ള പാട് എനിക്ക് പേഴ്സണലി അറിയാം. കാരണം സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ ഈ സിനിമക്കാരുടെ ഭാഗത്തേ ഇവർ നിൽക്കുള്ളൂ. കാരണം ഞാൻ പറഞ്ഞ ഈ ഒരു സബ് കോൺഷ്യസ് ലെവലിൽ അല്ലെങ്കിൽ ഒരു അൺകോൺഷ്യസ് ലെവലിൽ ഇവർക്കുള്ള ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്. സിനിമക്കാരെ ഗ്ലാമർ എന്ന് പറഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ്ഡാണ് ഈ പറയുന്ന സിസ്റ്റത്തിലെ പല ആളുകളും. അപ്പോൾ ഒരു കേസിന് പോയി കഴിഞ്ഞാൽ പോലും
അവിടെ നേരിടേണ്ടി വരുന്ന വെർബൽ റേപ്പിംഗ് അല്ലെങ്കിൽ വെർബൽ അബ്യൂസ്, പല ചോദ്യങ്ങൾ, കോർട്ടിലുണ്ടായേക്കുന്ന ചോദ്യങ്ങൾ. അപ്പം അതൊക്കെ ഭയന്നിട്ട് പല ആളുകൾ ഇത് പറയാതിരിക്കുന്നത്. ഞാൻ പറയില്ല, ഈ ആക്സിഡൻ്റലി ഇതിൽ പെട്ടുപോയ ആളുകളുടെ ഭാഗത്താണ് പേഴ്സണലി ഞാനാണ്. അല്ലാതെ വോളണ്ടറിലി സിനിമയിൽ അവസരം കിട്ടാൻ വേണ്ടി എന്തിനു വഴങ്ങിക്കൊടുത്ത ആളുകൾ, അത് അവരുടെ പേഴ്സണൽ ചോയ്സ്. അവർക്ക് വല്ല ബുദ്ധിമുട്ടും ഇപ്പോഴും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോഴും പല നടിമാരോടും ചോദിക്കുന്ന സമയത്ത് അങ്ങനെയുണ്ടോ, എനിക്കങ്ങനെ ഉണ്ടായിട്ടില്ല, വേറെ ആർക്കും ഉണ്ടായിട്ടുണ്ടോ അറിയില്ല എന്നൊക്കെ പറയുന്നു. അപ്പം അങ്ങനെ ഒരു പീഡനം നേരിട്ടിട്ടുണ്ടെങ്കിൽ അത് സ്ത്രീയായാലും ശരി പുരുഷനായാലും ശരി, അവർ ത്രൂ പ്രോപ്പർ ചാനൽ ലീഗലി അതിനെ കൗണ്ടർ ചെയ്യേണ്ടതാണ്. ഈ സിസ്റ്റം മാറ്റാനൊന്നും പറ്റുകയില്ല. കാരണം ഇത് ആരുടെ ആവശ്യമാണ്? സിനിമയിലേക്ക് പോകുക ആരുടെ ആവശ്യമാണ്? ആ പോകുന്ന ആളുടെ ആവശ്യമാണ്. ഞാൻ നേരത്തെ തുടക്കത്തിലേ പറഞ്ഞത്. പ്രൊഡ്യൂസർ ആവശ്യമില്ല. പ്രൊഡ്യൂസർക്ക് ആവശ്യമുണ്ടോ നിങ്ങൾ അഭിനയിക്കണം? ഇല്ലേ, നിങ്ങൾ അങ്ങനെ ഒരു എക്സെപ്ഷണൽ റീപ്ലേസബിൾ ആയിട്ടുള്ള ഒരു ആക്ടർ ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു ആക്ട്രസ് ആയിരിക്കണം. ഇന്ന റോള് ചെയ്യുക ഈ നടിയെ പറ്റൂ എന്നാണെങ്കിൽ അവർക്ക് അത്രയും ടാലൻ്റ് ഉണ്ടെങ്കിൽ, അവരത്രയും വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആണെങ്കിൽ അവർക്ക് പിന്നെ ഒരു കിടന്നു കൊടുക്കേണ്ട ആവശ്യമില്ല. അവരവരെ പേയ്മെൻറ്റ് പറയുന്നു, അഭിനയിക്കുന്നു, വരുന്നു. അടുത്ത് പോലും വരില്ല. അന്യഭാഷ നടിമാരെന്ന് ഇവിടെ വന്നാൽ ഒരുത്തനും പോവില്ലല്ലോ. ഒരുത്തനെടുത്ത് പോവില്ല. ടോമോസ്റ്റ് ഒരു ആക്ട്രസ് ഇവിടെ വന്ന് നോക്കട്ടെ, തമന്ന ഇവിടെ വന്ന് നോക്കട്ടെ, ഏതെങ്കിലും ഒരുത്തം പോവോ? കുന്തം പോവും. അത് പോയി നോക്കട്ടെ, വിവരം അറിയും. അതാ പറഞ്ഞു, ഇത് ഇവിടുത്തെ ഇവിടെ ഞാൻ പറയുന്നില്ല. ഇങ്ങനെ പിന്നെ ഇവിടെയുള്ള ചെറിയ സെറ്റപ്പിലുള്ള ആളുകൾ ആ ഡോറും മുട്ടലും പരിപാടിയൊക്കെ ഉള്ളൂ. അപ്പോൾ ഒരു ഹോട്ടൽ റൂമിനകത്ത് ഇങ്ങനെ കയറി ഒരു അഭിനയിക്കാൻ പോയിട്ട് ഇത് മുട്ടും. കൊല്ലം തുളസീൻ്റെ ഡോറിന് വരെ മുട്ടിയിട്ട് ഇങ്ങനെ തപ്പി നോക്കിയിട്ടുണ്ട്. അപ്പോൾ പെണ്ണല്ല ആണാണെന്ന് മനസ്സിലായി പ്രൊഡ്യൂസർ ഇറങ്ങിപ്പോയെന്ന് കൊല്ലം തുളസീനെ പറയുന്നത്. അപ്പോൾ ഇത് സംഭവിക്കുന്ന കാര്യമാണ്. പിന്നെ ആരും അങ്ങനെ ഡോറ് ചവിട്ടി തുറന്ന് അങ്ങനെ റേപ്പ് ചെയ്യുക അങ്ങനത്തെ പരിപാടി നടക്കാൻ പോകണില്ല. അത് നാളെ പെടുന്നുള്ള അറിയാം. ഇതിനൊക്കെ ഒന്നുകിൽ ആദ്യം പറഞ്ഞു ഏൽപ്പിക്കും, ഇല്ലെങ്കിൽ ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ട് പറയും, അത് ഡിനൈ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വഴങ്ങാം, ഇല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് ചാൻസ് ഇല്ല, അടുത്ത പടത്ത് ചാൻസ് ഇല്ല. ചില നടിമാരെ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചില ആളുകളുടെ പടത്തിൽ കാണാം, അല്ലെങ്കിൽ ചില ടീമിൻ്റെ പടത്തിൽ കാണാം. അത് രണ്ട് തരം സംഭവിക്കും. ഒന്ന് അവരുടെ റാപ്പോ, അവർ തമ്മിലുള്ള ഒരു കെമിസ്ട്രി നല്ല വർക്ക് വന്നതുകൊണ്ട് തുടരുന്നതായിരിക്കും, അല്ലെങ്കിൽ എന്താണ് ഈ പറഞ്ഞ ആ ഒരു അവൈലബിലിറ്റി കൊണ്ട് വിളിക്കുന്നതായിരിക്കാം. അപ്പോഴിതാണ് ഇനി ആണുങ്ങൾക്ക് നിൽക്കണമെങ്കിൽ സുഖിപ്പിക്കുക, നന്നായിട്ട് സുഖിപ്പിക്കുക, കൂനിഞ്ഞ് കൊടുക്കുക. ലൈക്ക് 24 മണിക്കൂറും ലാലേട്ടൻ മെമ്മുഖ ലാലേട്ടൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സുഖിപ്പിച്ച് കൂടെ താങ്ങി 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 അയ്യോ ഒല്ലിപ്പിച്ചിട്ട് ഇങ്ങനെ ഒല്ലിക്കും അങ്ങോട്ട് ഇങ്ങനെ നടക്കുക. ഇത് പവർ ടീമിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ നടക്കുക. അപ്പോൾ ഡേറ്റ് കിട്ടും, ഒരു സിനിമയ്ക്ക് പുറമെ അടുത്ത സിനിമ കിട്ടും, അവരുടെ സിനിമയിൽ ചാൻസ് കിട്ടും, എല്ലാം കിട്ടും. ഇതൊന്നല്ലാതെ വിനായകനെ പോലെ 4 സംസാരം നേർക്കനെ പറഞ്ഞാൽ അങ്ങ് തമിഴിൽ പോയിട്ട് രജനീകാന്തിൻ്റെ കൂടെ അഭിനയിക്കാനല്ലാതെ ഇവിടെ കാര്യമായിട്ട് ആരെടുക്കാൻ പോകില്ല. അതിനൊക്കെ പിന്നിൽ പല പൊളിറ്റിക്സ് ഉണ്ട്. അതൊന്നും കൂടുതലായിട്ട് ഞാൻ പറയുന്നില്ല, ഈ പറഞ്ഞ ജാതീയത ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻഡസ്ട്രിയുടെ ഒരു അവസ്ഥ. ഇത് മാറ്റാൻ കഴിയില്ല. മാറ്റാൻ കഴിയാത്തതിന് കാരണം ഈ പവർ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ പണം. പ്രൊഡ്യൂസർ പണം മുടക്കുന്നു, അതിൽ പവർ കൈയാളുന്ന കുറേ ആളുകൾ, ആ സൂപ്പർ താരങ്ങൾ ഉൾപ്പെടെയുള്ള ഹൈറാർക്കിയുള്ള സ്റ്റെപ്പായിട്ട് വരുന്ന ആളുകൾ, അതിൻ്റെ ഭാഗമാകാൻ ആഗ്രഹമുള്ള ആളുകൾ അവർ പറയുന്ന അനുസരിച്ചേ പറ്റൂ, അല്ലെങ്കിൽ യു ആർ ഔട്ട്, ഗെറ്റ് ഔട്ട് ഹൗസ്. നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട. നിങ്ങൾ അടുത്ത പടത്തിൽ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ 2 വഴിയുള്ളൂ. ഒന്നുകിൽ അവർക്ക് വഴങ്ങി കൊടുക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾ അത്രയ്ക്കും ടാലൻറ്റഡ് ആയിരിക്കണം. നിങ്ങളില്ലേ പരിപാടി നടക്കൂല എന്ന ലെവലായിരിക്കണം. ഈ പറഞ്ഞു വരുന്നത് ഈ മുൻപ് അഖിൽമാരാറ് മറ്റേ ബിഗ് ബോസിൽ കാര്യം പറഞ്ഞപ്പോൾ കുറേ ആളുകൾ പറഞ്ഞല്ലോ, എല്ലാ ആളുകളും ഇതിൽ പെടും, പേര് പറയാത്തത്. ഇതിൽ കമ്മിറ്റിയിൽ ആരുടെ പേര് പറഞ്ഞിട്ടില്ല. അപ്പോൾ എല്ലാ ആളുകളും പെടുന്നു നമ്മൾ അനുമാനിക്കേണ്ട. ഇതിൽ പെടുന്ന ആളുകൾ പെട്ടിരിക്കുന്നു, പെടാത്ത ആളുകൾ പെടുന്നില്ല, അത്രമാത്രം. അപ്പോൾ ഞാനീ പറഞ്ഞത് എല്ലാ നടിമാരും നിങ്ങൾ സിനിമയിൽ കാണുന്ന എല്ലാ ആളുകളും ഇങ്ങനെ പിന്നെ അഡ്ജസ്റ്റ് ചെയ്തിട്ടും ഈൽഡ് ചെയ്തിട്ടും ഒന്നുമല്ല. അല്ലാതെ കഴിവ് കൊണ്ട് പിടിച്ചു നിൽക്കുന്ന ആളുകളുണ്ട്. ഇനി കഴിവുണ്ടായിട്ടും കൂടുതൽ അവസരവും ഗ്ലാമറസ് ആയിട്ട് ഈ ലോകത്ത് പിടിച്ചു നിൽക്കാൻ വേണ്ടി പോകുന്ന ആളുകളുമുണ്ട്. പിന്നെ ഇതൊന്നും അല്ലാതെ ഇവരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റാത്തതുകൊണ്ട് ഫീൽഡ് ഔട്ടായിട്ട് പോകുന്ന ആളുകളുണ്ട്. പിന്നെ ഈ WCC മറ്റേതെന്ന് പറയുന്നത് ഇതൊക്കെ ഒന്നും നടക്കില്ല, ചെയ്യാൻ പറ്റില്ല അവർക്കെതിരെ. ദാറ്റ് മച്ച് പവർഫുൾ. ഈ ഹൈറാർക്കി ബ്രേക്ക് ചെയ്യണം ഇവരെ ഇത് പൊളിക്കണമെങ്കിൽ.
ഈ ഒരു ഫ്യൂഡൽ സിസ്റ്റം ബ്രേക്ക് ചെയ്യണം, എന്നിട്ട് ഡെമോക്രാറ്റിക് ആയിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ നടക്കണം. അത് ഒരിക്കലും നടക്കില്ല. കാരണം പണത്തിൻ്റെ കളിയാണ് ഇത്. അപ്പോൾ ഇന്ന് തന്നെ AMMയുടെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് സിദ്ദിഖും ജഗദീഷൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതാണ്, ഇവർക്ക് ഉരുണ്ട് കളിക്കാൻ മാത്രമേ സാധിക്കൂ. ആരെങ്കിലും സ്വന്തം വീട്ടിൽ നാറിയ പണി നടക്കേണ്ട ആരെങ്കിലും സമ്മതിക്കുമോ? ആരും സമ്മതിക്കില്ല. അപ്പോൾ അവരിങ്ങനെ ഉരുണ്ട് കളിക്കും, അങ്ങനെ ഇങ്ങനെ ഇത് തൊഴിലിടം, മറ്റേത് തൊഴിലുടമ എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഓരോ മാങ്ങാത്തൊലി പറഞ്ഞുകൊണ്ടിരിക്കും. ഇതിപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ആൾക്കാരങ്ങ് മറക്കുകയും ചെയ്യും. ഇപ്പോൾ ഇനി ഓണം വരാൻ പോകുന്നു. ഓണത്തിന് വലിയ സ്റ്റാർസിൻ്റെ പടം വരും, വലിയ സിനിമകൾ വരും, അത് കഴിഞ്ഞ് കുറേ ഇൻ്റർവ്യൂസ് വരും, ചാനലിൽ പടം വരും. ഇതൊന്നും ആരും അധികം ഓർത്ത് വെക്കാൻ പോകുന്നില്ല. നടന്ന കാര്യങ്ങൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. ഒറ്റയായിട്ട് വല്ലപ്പോഴും ആരെങ്കിലും മുന്നോട്ട് വന്നാൽ അത് ആ സമയത്ത് ന്യൂസാവും. അപ്പോൾ ഇതിൽ പോകുന്ന ആളുകൾ ആലോചിക്കുക, ഞങ്ങൾക്ക് ഈ ഒരു നാറിയ ഫ്യൂഡൽ സിസ്റ്റത്തിൻ്റെ ഹെറാർക്കിയുടെ ഭാഗമാകണോ, അല്ലെങ്കിൽ വേറെ ഇത്തരത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാതെ സ്വന്തം കാലിൽ നിന്നുകൊണ്ട് സെൽഫ് റെസ്പെക്റ്റോടുകൂടി സെൽഫ് എസ്റ്റീമോടുകൂടി ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് പോകണമെന്നുള്ളത്. വിചാരിച്ച് ആരും സിനിമ ഇൻഡസ്ട്രിയിലേക്ക് പോകാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ചോദിക്കുമ്പോൾ പറയാം, ഇങ്ങനെയാണെങ്കിൽ റോള് പറ്റൂല, അല്ലെങ്കിൽ ഞാൻ റെഡിയാണ്. ഇതല്ലാതെ നിങ്ങളുടെ കഴിവ് കൊണ്ട് അവരത്രയും നിങ്ങൾക്ക് ഒരു പൊസിഷൻ സിനിമയിൽ തരുവാണെങ്കിൽ അത് നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ള മാത്രമാണ്. ഇത്രയുമാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. എല്ലാവർക്കും അമ്മയെ ഇഷ്ടമാണ്, അമ്മയുടെ മക്കളാണ് എന്ന് പറഞ്ഞിട്ട് ഒരു നാറിയ ഒരു കൂതറ അമ്മയാണെങ്കിൽ സ്വന്തം അമ്മയെ കഴിഞ്ഞാൽ പേഴ്സണലി ഞാൻ തള്ളിക്കളയും.